പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം എന്ന പഠനവുമായിട്ട് നമുക്ക് ഒന്നിച്ചു ചേർന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ പാർട്ടിലേക്കാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും മുഖാന്തരമായത്. വീണ്ടും നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആ ഒരൊറ്റ വാക്യത്തിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യം കൂടെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നാം അവിടെ വായിച്ചതുപോലെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായാണ് ആരംഭം കുറിച്ചിരിക്കുന്നത്. മറ്റുള്ള സുവിശേഷങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുഖാന്തരമായ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാനത്തെ എഴുത്തുകാരനായ യോഹന്നാൻ തൻ്റെ പത്മോസിലെ മഹാപീഡന കാലമെല്ലാം കഴിഞ്ഞ് താൻ അവിടെ നിന്ന് എഫെസോസ് എന്ന പട്ടണത്തിലേക്ക് കടന്നു വന്നു. അവിടെ ആയിരിക്കുമ്പോൾ എഴുതപ്പെട്ട എഴുത്തുകളാണ് യോഹന്നാൻ്റെ എഴുത്തുകൾ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലെ 5 പുസ്തകങ്ങൾ, ഈടുറ്റതും മൂല്യമുള്ളതുമായ 5 പുസ്തകങ്ങൾ എഴുതുവാൻ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇവിടെ നാം വായിച്ച വേദഭാഗം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വേഗത്തിൽ ഒന്നും പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു വേദഭാഗങ്ങളല്ല. നമുക്കൊത്തിരി ബാഹ്യമായ ചിന്തകളും പഠനങ്ങളുമെല്ലാം ഓരോ വാക്യത്തിലുമുണ്ട്. പ്രത്യേകാൽ യോഹന്നാൻ്റെ ആരംഭം തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ആദിയെക്കുറിച്ചെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചതാണ്. വചനമെന്ന ആ ഒറ്റ വിഷയത്തിൽ നിന്നുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് കാര്യം കൂടെ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതായത് വചനം എന്നത് വെളിപ്പാടിൻ്റെ മാധ്യമമാണ്. വചനം വെളിപ്പാടിൻ്റെ മാധ്യമമാണ്. കാരണം ഇന്ന് അനേക കാര്യങ്ങൾ നാം അറിയുന്നത് പത്രങ്ങളിലൂടെയാണ്. പത്രം സർക്കാരിനും നമുക്കും ഒരു മീഡിയേറ്ററായി തീർന്നതുപോലെ വചനം ഒരു ദൈവിക വെളിപ്പാടിൻ്റെ മാധ്യമമാണ്. ദൈവത്തിന് നമ്മളോട് എന്ത് സംസാരിക്കുവാനുണ്ട് എന്നത് വെളിപ്പെടുത്തുകയാണ് വചനം ചെയ്തിരിക്കുന്നത്. പഴയ നിയമത്തിലെല്ലാം നാം വായിക്കുന്നത് യഹോവയുടെ ആത്മാവ് പ്രവാചകന്റെ മേൽ വന്നു, വായെടുത്ത് അരുളി ചെയ്തത്. എന്നാൽ ഇവിടെ ദൈവത്തിന് തന്നെ നമ്മോട് പറയുവാനുള്ളത്, ആ കാര്യങ്ങളെ അറിയിച്ചു തരുവാനാണ് വചനം നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വചനം ദൈവിക വെളിപ്പാടിൻ്റെ മാധ്യമമാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളെ വചനമായി വെളിപ്പെടുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. പ്രത്യേകം ഓർക്കണം,
നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളെ വചനമായി വെളിപ്പെടുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അത് വെളിപ്പെടുത്തുമ്പോഴാണ് മറ്റുള്ളവർക്ക് എന്താണ് അത് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് യോഹന്നാൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. കാരണം ഞാൻ മുന്നമേ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ വിശുദ്ധ ബൈബിളിലെ അവസാനത്തെ എഴുത്തുകാരനായ യോഹന്നാൻ കുറേയും കൂടെ ഈ ലോകത്തിലെ മനുഷ്യരെ വെളിപ്പെടുത്തേണ്ടതിന് ആവശ്യമായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ നിർണയപ്രകാരം പത്മോസ് എന്ന ആ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടത്. അവിടെ വെച്ച് മറ്റൊരു അപ്പോസ്തലന്മാർക്കും വെളിപ്പെടാത്ത കാര്യം, ഈ ലോകത്ത് ഇനി സംഭവിക്കാനുള്ളത് എന്ത് എന്ന് വ്യക്തമായി ആ അപ്പോസ്തലനെ ദൈവം വെളിപ്പെടുത്തി. അപ്പൊ ആ വെളിപ്പാടും പ്രാപിച്ചുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുവാനിരിക്കുന്നത്. അവിടെയാണ് യോഹന്നാൻ വചനത്തിൻ്റെ പ്രാധാന്യത അറിയുന്നത്. അയ്യോ, ഗലീലയിൽ നമ്മുടെ കൂടെ തിന്നുകുടിച്ച മരുപ്രദേശത്ത് കിടന്നുറങ്ങിയും നമ്മളോട് കൂടെ നടന്ന ആ യേശുക്രിസ്തു ആരാണ് എന്ന് കുറേയും കൂടെ വെളിപ്പെട്ടുകൊണ്ട് ആ വെളിപ്പാടിൻ്റെ ആധിക്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പ്രാരംഭവാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനത്തിന് മനുഷ്യരോട് സംസാരിപ്പാനുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ദൈവം എന്താണ് മനുഷ്യരോട് സംസാരിപ്പാനുള്ളത്? ആദാമിനോട് ദൈവം മുഖാമുഖമായി എന്ത് സംസാരിച്ചുവോ അതുപോലെ ദൈവത്തിന് നമ്മോട് എന്ത് സംസാരിപ്പാനുണ്ട്? ഈ വചനം ജഡമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിനെ എന്താണ് നമ്മളോട് സംസാരിപ്പാനുള്ളത്? അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്നെല്ലാം വേർപെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വചനം വെളിപ്പാടിന്റെ മാധ്യമമാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളെ വചനമായി വെളിപ്പെടുമ്പോൾ ആണ് മറ്റുള്ളവർക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ഇതാണ് യേശുക്രിസ്തു തന്റെ ജഡാവതാരത്തിൽ കൂടി നിർവഹിച്ചത്. ദൈവത്തിന് മനുഷ്യരോട് പറയുവാനുള്ളത് വെളിപ്പെടുത്തുകയാണ് പുത്രനായ ദൈവം നമ്മളോട് ചെയ്തത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, വചനത്തിന് ഈ ലോകത്തോട് എന്താണ് പറയുവാനുള്ളത് അത് വെളിപ്പെടുത്തി കഴിഞ്ഞു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം വചനം എന്ന് പറയുമ്പോൾ അവരാ 3 അക്ഷരം മാത്രമാണ്. അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദ്രോണാചാര്യരുടെ നിഘണ്ടു ആ ഡിക്ഷണറിയിൽ വചനം എന്ന വാക്കിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാനായി അതിനെ സൂചിപ്പിക്കുന്ന ശബ്ദത്തിന് കൊടുക്കുന്ന രൂപഭേദമാണ് വചനം. ഒരു മലയാളിക്ക് വചനമെന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ദ്രോണാചാര്യരുടെ നിഘണ്ടു ആ ഡിക്ഷണറിയിൽ ഇന്ന് മലയാളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഡിക്ഷണറിയാണ്. അതിൽ വചനത്തിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്: ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാനായി അതിനെ സൂചിപ്പിക്കുന്ന ശബ്ദത്തിന് കൊടുക്കുന്ന രൂപഭേദമാണ് വചനം. ഒരു മലയാളി മനസ്സിലാക്കുന്ന ആ വചനം എന്ന പദമല്ല യോഹന്നാൻ എഴുതിയിരിക്കുന്ന ലോഗോസ് എന്ന പദം. ആ വചനം എന്ന പദം ഗ്രീക്കിലെ ലോഗോസിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അത് ഇവിടെ എങ്ങും നിൽക്കുവാൻ കഴിയാത്തത്രയും അത് അത്രമാത്രം ഭാഗ്യരൂപത്തില് വിസ്തൃതമായ ഒരു പദമാണ് ലോഗോസ് എന്നത്. നമ്മൾ ആ ഭാഗത്തിലേക്ക് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം, ആ സുവിശേഷം നമ്മൾ
ആദ്യത്തെ അധ്യായത്തിൽ 1 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളൊന്ന് കവർ ചെയ്യുവാൻ വളരെ പ്രയാസം. അത്രയ്ക്ക് വചനത്തോട് താല്പര്യമുള്ളവനാണ് ഇത് വന്ന് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ആഗ്രഹിച്ചിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന പ്രസംഗങ്ങളെല്ലാം കേട്ട് പിന്നീട് അത് മാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന ഒരു അനുഭവം അനേകർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വന്ന് ഈ വചനമെന്ന ആ ഒരൊറ്റ വാക്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ് അതിൽ പറയുവാനുള്ളത്, ചിന്തിക്കുവാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വചനം ദൈവ വെളിപ്പാടിന്റെ മാധ്യമമാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളെ വചനമായി വെളിപ്പെടുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ഇതാണ് യേശുക്രിസ്തു തന്റെ ജഡാവതാരത്തിൽ കൂടെ നിവർത്തിച്ചത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വചനം വിനിമയത്തിനുള്ള മാർഗമാണ്. മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ കൈമാറുവാൻ വാക്കുകൾ ആവശ്യമാണ്. ഈ ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് വിനിമയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 800 കോടി ജനങ്ങള് ഏതാണ്ട് 3600 ചില്ലാൻ ഭാഷകൾ സംസാരിക്കുന്ന, അതും ലിപികളുള്ള, എന്നാൽ ഇത്രയും ജനത്തെ ഒരുമിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു രാജ്യക്കാരൻ പറയുന്ന ഭാഷ അത് കമ്മ്യൂണിക്കേഷനിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു വലിയ കണ്ടുപിടുത്തമായിരുന്നു. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് മറ്റുള്ള രാജ്യക്കാരുടെ ഭാഷകൾ അതിന്റെ കമ്മ്യൂണിക്കേഷന്റെ വ്യാപ്തിയെ വർദ്ധിച്ചു. ഭാഷകളുടെ വ്യാപ്തി അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഷകളുടെ ആ കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിച്ചപ്പോൾ ലോകവ്യാപകമായിട്ടുള്ള ബിസിനസ്സുകൾ കാര്യങ്ങളെല്ലാം ഡെവലപ്പാകുവാനിടയായി തീർന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്നത് ലോക കണ്ടുപിടുത്തങ്ങളുടെ വലിയൊരു വിജയമായിരുന്നു. ഐക്യരാഷ്ട്രസഭയില് 196 രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് വന്ന പല ഭാഷക്കാരും പല രാജ്യക്കാരും ഒന്നിച്ചു ചേർന്ന് വന്ന അവര് സംസാരിക്കുന്ന മൈക്കിലൂടെ അത് ട്രാൻസ്ലേഷൻ ചെയ്ത് ഏത് ഭാഷയിലേക്കാണ് കേൾക്കേണ്ടതെന്നുള്ളത് ഇയർഫോണിലൂടെ അവർ കാതിലെത്തുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇവിടെ വചനം ആശയവിനിമയത്തിനുള്ള മാർഗമാണ്. മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ കൈമാറുവാൻ വാക്കുകൾ ആവശ്യമാണ്. ദൈവത്തിന് നമ്മളോട് സംസാരിപ്പാൻ ഏറെ കാര്യങ്ങളിരിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയും നമ്മിലുള്ള അറിവിനെയും മറ്റുള്ളവരിലേക്ക് പകരുന്നത് വചനത്തിൽ കൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ള എല്ലാ കാര്യങ്ങളെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് നമ്മളോട് അറിയിക്കുവാനുള്ളതെല്ലാം അറിയിച്ചിരിക്കുന്നു. നാം ആരായിരിക്കണമെന്നും നാം എന്തായിരിക്കണമെന്നും ഇതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സുവിശേഷമാണത്. അതുകൊണ്ട് ഈ സുവിശേഷത്തിലെ പങ്കാളിത്തം നമ്മളും ഇത് പഠിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളോട് അറിയിക്കുവാനുള്ളതെല്ലാം പുത്രനായ ദൈവം മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. യോഹന്നാൻ പറഞ്ഞതുപോലെ മുഖാന്തരം എല്ലാം ഉളവായിരിക്കുന്നു. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല.
മറ്റുള്ളവരിലേക്ക് പകരുന്നത് വചനത്തിൽ കൂടെയാണ്. യേശുക്രിസ്തു വചനം എന്ന നിലയിൽ ദൈവത്തിങ്കിൽ നിന്നുള്ള സന്ദേശവും അറിവും ജ്ഞാനവും എല്ലാം നമുക്ക് എന്താണ് വെളിപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, ദൈവ സ്നേഹത്തെയും തീർന്നില്ല, നിത്യജീവനെയും എല്ലാം വെളിപ്പെടുത്തിയിരിക്കുകയാണ് പുത്രമുഖാന്തരം. നാം എങ്ങനെയാണ് ജീവൻ പ്രാപിക്കുന്നതെന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ദൈവസ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മെ കുടുംബത്തിലേക്ക് യോജിപ്പിക്കുവാൻ വന്നിരിക്കുന്നു, ക്ഷണിക്കുവാൻ വന്നിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നാം ഗ്രഹിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. പ്രൈസല്ലോ. വീണ്ടും മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വചനം വെളിപ്പാടിന്റെ ഒരു രീതിയാണ്. വചനമാണ് മനുഷ്യന്റെ ബുദ്ധി, സാമർത്ഥ്യവും ധാർമ്മിക സ്വഭാവങ്ങളും വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ സംസാരത്തിലൂടെയാണ് ആ മനുഷ്യന്റെ എന്താണ് ബുദ്ധി സാമർത്ഥ്യവും സ്വഭാവങ്ങളും എല്ലാം നമുക്ക് വെളിപ്പെടുന്നത്. ഒരു മൗനമായിരിക്കുന്ന അല്ലെങ്കിൽ മൂകനായിരിക്കുന്ന ഒരു മനുഷ്യനോട് നിന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരുവൻ നമ്മളോട് സംസാരിക്കുമ്പോഴാണ് അവൻ ആര് എന്നും ആ മനുഷ്യന്റെ സാമർത്ഥ്യം അല്ലെങ്കിൽ ബുദ്ധി, ജ്ഞാനം, പരിജ്ഞാനം, ആ മനുഷ്യന്റെ സ്വഭാവം ഇതെല്ലാം വെളിപ്പെടുന്നത് ആ മനുഷ്യനിൽ നിന്നും പുറപ്പെടുന്ന വചനങ്ങളിലൂടെയാണ്, വാക്കുകളിലൂടെയാണ്. കർത്താവായ യേശുക്രിസ്തു വചനം എന്ന നിലയിൽ ദൈവത്തെ സമ്പൂർണതയിൽ അതിൻ്റെ ഗുണങ്ങളും വെളിപ്പെടുത്തുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തു ദൈവ ആ സ്വഭാവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വചനത്തിലൂടെയാണ്. യേശു വചനം എന്ന നിലയിൽ ദൈവത്തിന്റെ ശക്തിയെയും പിന്നെ എന്താ അറിവിനെയും വിശുദ്ധിയെയും കൃപയെയും ഹൃദയത്തെയും വെളിപ്പെടുത്തുന്നു വചനത്തിലൂടെ. വചനമുണ്ടായിരുന്നു എന്ന് യോഹന്നാൻ പറയുമ്പോൾ ക്രിസ്തു മാത്രമാണ് ദൈവ പൂർണ്ണമായും അവസാനമായും തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പൊ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായും നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് പുത്രമുഖാന്തരമാണ്. ഇബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ ഈ അന്ത്യകാലത്ത് പുത്രം മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന പുത്രമുഖാന്തരമാണ്. അപ്പൊ ആ പുത്രനെ വചനം ലോഗോസ് എന്ന പേരിൽ യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, യോഹന്നാൻ പറയുകയാണ് വചനം കൂടെയായിരുന്നു, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. യേശുക്രിസ്തു വ്യത്യസ്തമായ വ്യക്തിത്വത്തെയാണ് ഈ തിരുവെഴുത്തുകളിൽ വ്യക്തമാക്കുന്നത്. അപ്പൊ ദൈവം എന്താണ് ആ ട്രിനിറ്റിയുടെ ഒരു പ്രാരംഭത്തെ അല്ലെങ്കിൽ ആ ട്രിനിറ്റിയെ കുറിച്ച് അവിടെ നമുക്ക് വെളിപ്പെടുകയാണ്. അവനെന്താ വചനം കൂടെയായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവത്തിന്റെ അകത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്യം കൊണ്ട് എനിക്ക് ഇത്രമാത്രം ഈ ഒരു വചനം എന്ന വാക്കെടുത്ത് നിങ്ങളോട് എക്സ്പ്ലനേഷൻ ചെയ്തു കഴിയുവാൻ കഴിയില്ലായിരുന്നു. കാരണം അതിൻ്റെ അകത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ്, ഇതങ്ങനെയല്ല. യോഹന്നാൻ പറയുന്നു കൂടെയായിരുന്നു, വ്യക്തിത്വം, ട്രിനിറ്റി, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്, ആ ട്രിനിറ്റിയെ വെളിപ്പെടുത്തുകയാണ്. അവൻ കൂടെയായിരുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ വ്യക്തിത്വം, ട്രിനിറ്റിയിലെ 3 വ്യക്തിത്വങ്ങളിൽ ആ 2 വ്യക്തിത്വത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വ്യത്യസ്തമായ വ്യക്തിത്വത്തെയാണ് ഈ തിരുവെഴുത്തുകൾ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മെ മനസ്സിലാക്കി തരുന്നത്. അവൻ ദൈവത്തിലായിരുന്നില്ല. പ്രത്യേകം ഓർക്കണം, അവൻ ദൈവത്തിൽ അലിഞ്ഞു ചേർന്നവനല്ല. ഒരു ദൈവത്തിൽ നിന്നും എന്തോ ഒന്ന് ഇറങ്ങി പുറപ്പെട്ടതല്ല ഭൂമിയിലേക്ക്. നാം തെറ്റിപ്പോകരുത്.
ഒരു ദൈവത്തിൽ നിന്ന് എന്തോ ഇറങ്ങി പുറപ്പെട്ടു പോകുന്ന ഭൂമിയിലേക്ക് വന്ന നോ, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. അവനൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. പ്രത്യേകം ഓർക്കണം, പ്രസ്തുത അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ പിതാവിന് കൂടെയായിരുന്നു എന്നല്ല, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പൊ സ്വർഗത്തില് പിതാവിനോട് അവൻ പിതാവിലായിരുന്നു എന്നല്ല, പിതാവിനോട് കൂടെയായിരുന്നു എന്നുമല്ല, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. പ്രത്യേകം ഓർക്കുക, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. പിതാവിനോട് കൂടെയായിരുന്നു എന്നല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന, ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പോ വിശുദ്ധ തൃത്വത്തിലുള്ള പൊതുവായ നാമമാണ് ദൈവം എന്ന് പറയുന്നത്. ട്രിനിറ്റിയിലെ പൊതുവായ നാമമാണ് ദൈവം. വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറയുമ്പോൾ വചനം പിതാവിനോടും പരിശുദ്ധാത്മാവിനും കൂടെയായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏകനായ ദൈവത്തിന്റെ 3 വ്യക്തിത്വങ്ങളാണ് യോഹന്നാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. മറ്റൊരു പോയിന്റാണ് വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം എന്തായിരുന്നു? അത് ദൈവമായിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവമായിരുന്നോ എന്ന് ചോദിച്ചാൽ തർക്കിക്കുന്ന ജ്ഞാനവാദികൾ ഇവിടെ മാത്രമല്ല, അമ്പേയുണ്ട്. 1-ാം നൂറ്റാണ്ടില് കർത്താവിന്റെ സുവിശേഷത്തിനെതിരായിട്ടുള്ള ജ്ഞാനവാദികൾ അന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോസ്തലന്മാർക്ക് നേരിടേണ്ട വന്ന ഒരു വലിയ വിഷയമായിരുന്നു. അവർ റോമക്കാരെ മാത്രമല്ല, ഈ തത്വജ്ഞാനികൾ എന്ന് പറയുന്ന ജ്ഞാനവാദികളെയും അവർക്ക് എതിർക്കേണ്ടി വന്നു. യൂദയുടെ ലേഖനത്തിൽ എല്ലാം നാം കാണുന്നത് അതാണ്. സഭയിൽ കടന്നു വരുന്ന ദുരുപദേശത്തിന് അവരൊരു പടയാളികളെ പോലെ സഭയെ സംരക്ഷിച്ചു പോന്നു അപ്പോസ്തലന്മാർ. അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ദൈവം വചനമായിരുന്നു. വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ വചനം ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ചതല്ല. അപ്പൊ വചനം ദൈവത്തിൽ നിന്നും പുറപ്പെട്ടതല്ല, ദൈവം തന്നെയാണ് വചനം. അപ്പൊ അവൻ ദൈവം തന്നെയായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ അവിടുന്ന് പുറപ്പെട്ടു വരിക എന്ന് പറയുന്നത് ലോകാരംഭത്തിനു മുമ്പേ ദൈവസന്നദ്ധിയിലെ നിർണയമായ പദ്ധതിയായിരുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തു ബേഥലഹേമിൽ ജനിച്ചു എന്ന ആ ഒരൊറ്റ ധാരണയിലായിരിക്കരുത്. ദൈവത്തിന്റെ അസ്തിത്വത്തിലേക്ക് കടന്നു പോകുന്നതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. ഈ വചനം ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയവൻ മാത്രമല്ല, അവൻ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയോട് കൂടെയാണ് അവിടെ ആയിരുന്നത്. അപ്പൊ വചനത്തില് ഇല്ലാത്തതൊന്നും എന്താ അവിടെ മറഞ്ഞിരിക്കുന്നില്ല. വചനം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് അത്രയെങ്കിലും ഒരു ധാരണ നമ്മളിൽ ഉണ്ടാകണം. മറ്റൊരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 5 വരെയുള്ള ആ വേദഭാഗങ്ങൾ മാത്രം എടുക്കുമ്പോൾ വചനത്തിന്റെ നിത്യാവസ്ഥയെയാണ് നാം മനസ്സിലാക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സും കൂടെ ഒന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായി ഗ്രഹിക്കുവാൻ കഴിയും. കാരണം വചനം എന്ന ആ പദമൊന്ന് നമ്മുടെ തലയിലേക്ക് കയറ്റി വയ്ക്കുവാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് വചനം ലോഗോസ്, ആ ലോഗോസ് എന്ന പദമാണ് വിശുദ്ധ ബൈബിളില് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ലോഗോസ്. ഇങ്ങനെ പ്രതിപാദിച്ചുകൊണ്ട് യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുകയാണ് ലോഗോസ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ലോഗോസ് എന്ന പദം എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങും നമുക്ക് നിൽക്കുവാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിലേക്കാണ് ആ ലോഗോസ് എന്ന പദം യോഹന്നാൻ എഴുതി ചേർത്തിരിക്കുന്നത്.
കാരണം ലോഗോസ് എന്ന് പറയുമ്പോൾ ഒരു യഹൂദനാണെങ്കിലും ഒരു യവനനാണെങ്കിലും റോമക്കാരനാണെങ്കിലും സുപരിചിതമായ ഒരു പദമാണ് ലോഗോസ് എന്നത്. അവർക്കെല്ലാം സുപരിചിതമായ ഒരു പദമാണ് ലോഗോസ്. എങ്ങനെയാണ് ഇവർക്ക് സുപരിചിതമായത്? അതായത് ആദ്യകാലത്ത് അപ്പോസ്തലന്മാർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ബൈബിൾ എന്ന് പറയുന്നത് സെപ്റ്റുജന്റ് ആണ്. സെപ്റ്റുജന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചരിത്ര സംഭവം എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയുടെ സംസ്കാരം പ്രചാരത്തിൽ വന്നപ്പോൾ, അതായത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് ഗ്രീക്ക് ഭാഷയും സംസ്കാരവും നിലവിൽ വന്നപ്പോൾ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമം മുഴുവൻ എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. പഴയ നിയമം എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. എന്നാൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആധിപത്യം ലോകത്തിന്റെ സിംഹഭാഗങ്ങളെയും കീഴടക്കുമ്പോൾ ആ മഹാരാജാവിന്റെ ഒരു പ്രത്യേകതയായിരുന്നു താൻ കീഴടക്കുന്ന രാജ്യങ്ങള് തൻ്റെ ഭാഷയും സംസ്കാരത്തിലേക്കും എത്തണമെന്നുള്ളത്. മറ്റുള്ള രാജാക്കന്മാരെ പോലെ ആ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോകുന്നതിനേക്കാൾ അധികം താൻ കീഴടക്കുന്ന രാജ്യത്തില് തൻ്റെ ഭാഷയും തൻ്റെ സംസ്കാരവും വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്ന ആ കാലഘട്ടത്തില് പാലസ്തീൻ, യെരുശലേം ദേശങ്ങളിൽ ഗ്രീക്ക് ഭാഷയുടെ സ്വാധീനത ഏറെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയും സംസ്കാരവും പ്രചാരം നേടിയതോടെ ഈ പഴയ ഭാഷയായ എബ്രായ ഭാഷ പൊതുവെ ബലഹീനമായി വന്നു. ആ കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന പട്ടോളമി എന്ന ഒരു ഭരണാധികാരിയുടെ കാലത്ത് അലക്സാണ്ട്രിയയിൽ നിന്നും യഹൂദന്മാർക്ക് വേണ്ടി, അതായത് അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരിക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി BC 250-നും 100-നും ഇടയിൽ 72 മൂപ്പന്മാർ ചേർന്ന് എബ്രായ ഭാഷയിലുള്ള പഴയ നിയമമാകുന്ന ബൈബിള് ഗ്രീക്ക് ഭാഷയിലേക്ക് അവർ ട്രാൻസ്ലേഷൻ ചെയ്തു. ഈജിപ്ത് ഭരിച്ചിരുന്ന പട്ടോളമിയുടെ ഭരണകാലത്ത് അലക്സാണ്ട്രിയയിൽ താമസമാക്കിയിരുന്ന യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് BC 250-നും 100-നും ഇടയിൽ 72 പേർ ചേരുന്ന മൂപ്പന്മാർ അവർ ഈ എബ്രായ ഭാഷയിലുള്ള ബൈബിള് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു. കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് 250 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്ത ആ ബൈബിളിന് 70 എന്ന അർത്ഥം വരുന്ന, അതിൽ 2 പേർ മരിച്ചു പോകുവാൻ, 72 പേരിൽ 2 പേർ മരിച്ചു പോകുവാൻ, ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന കാലത്ത് മരിച്ചു പോകുവാൻ ഇടയായി തീർന്നു. അതിന്റെ ഫലമായി 70 എന്ന് വരുന്ന ഗ്രീക്കിലെ സെപ്റ്റുജന്റ് എന്ന പേര് ആ ബൈബിളിന് കൊടുക്കുവാനിടയായി തീർന്നു. അപ്പോസ്തലന്മാരുടെ കാലത്ത് അവര് ഉപയോഗിച്ചിരുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്തും ഉപയോഗിച്ചിരുന്ന ബൈബിൾ ഈ സെപ്റ്റുജന്റ് ബൈബിളാണ്. ആ സെപ്റ്റുജന്റ് ബൈബിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ വചനം എന്നുള്ളിടത്ത് എഴുതി ചേർക്കപ്പെട്ട ഒരു പേരാണ് ലോഗോസ്.
അതുകൊണ്ട് യോഹന്നാൻ ലോഗോസ് എന്ന് ചേർക്കുമ്പോൾ യഹൂദന്മാർക്കും യവനന്മാർക്കും റോമാക്കാർക്കും സുപരിചിതമായ ഒരു പദമാത്. എന്നാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് സുപരിചിതമല്ല. അവ പഠിച്ചാലേ അത് സുപരിചിതമാകുകയുള്ളൂ. അതുകൊണ്ടാണ് സെപ്റ്റജന്റ് ബൈബിളിൽ അനേക ഇടങ്ങളിൽ ഈ വിവർത്തകര് വചനം എന്ന വാക്കിന് ലോഗോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്ത സെപ്റ്റജന്റ് ബൈബിളിലെ ലോഗോസ് വചനമെന്ന പലയിടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ യോഹന്നാൻ യേശുക്രിസ്തുവിനെ ലോഗോസ് എന്ന് ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ പരിചയമുള്ളവരുടെ ഇടയിലാണ് ഈ ലോഗോസ് എന്ന പദം യോഹന്നാൻ കൊണ്ടുവന്നത്. ഏഷ്യാവിന്റെ പുസ്തകം 55:11 സെപ്റ്റജന്റ് ബൈബിളിൽ എഴുതിയിരിക്കുന്നു, എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അറിവുള്ള കാര്യമാണ്. ആ വചനമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് വെളിപ്പെടുത്തുകയാണ് ലോഗോസിലൂടെ. മാത്രമല്ല സങ്കീർത്തനക്കാരനും പറയുന്നു, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ലോഗോസ് ബൈബിള്, അതായത് സെപ്റ്റജന്റ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, വചനം യഹോവയുടെ വചനത്താൽ ലോഗോസിനാൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. മോശ പറഞ്ഞതുപോലെ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്നും എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും, അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. അവന്റെ ലോഗോസ്, ആ വചനങ്ങളെ നിങ്ങൾ കേൾക്കണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ 107:20 അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അവരെ പാതാളത്തിൽ, അതായത് കുഴിയിൽ നിന്നും വിടുവിക്കുന്നു. അപ്പൊ സെപ്റ്റജന്റ് ബൈബിളില് വചനത്തെക്കുറിച്ച് യഹൂദന്മാർക്ക് നല്ല പരിചയമുണ്ട്. ലോഗോസ അവരാദ്യമായി കേൾക്കുന്ന ഒരു പദമൊന്നുമല്ല. നമ്മൾ ഇങ്ങനെ വചനത്തെക്കുറിച്ച് പഠിച്ചു പോകുമ്പോഴാണ് വചനത്തിന്റെ ആ ബഹുത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 145 സങ്കീർത്തനത്തിന്റെ 15 പറഞ്ഞിരിക്കുന്നു, അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അഴിക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. ആ സങ്കീർത്തനം തന്നെ അതിന്റെ 19 പറയുന്നു, അവൻ യാക്കോബിനെ തന്റെ വചനവും ഇസ്രയേലിനെ തന്റെ ചട്ടങ്ങളെയും വിധികളെയും വെളിപ്പെടുത്തുന്നു. കേട്ടോ, അപ്പോൾ ലോഗോസ് എന്ന പദം ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം, ഒരു യവനനെ സംബന്ധിച്ചിടത്തോളം, എന്തിനു പറയുന്നു, റോമാക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് സുപരിചിതമായ ഒരു പദമാണ് ലോഗോസ്, വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ യോഹന്നാൻ പ്രതിപാദിച്ച് തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലായി കാണും. വചനമെന്ന ആ ഒരൊറ്റ പദത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ യേശു ലോഗോസ് ആണെന്ന് യോഹന്നാൻ ധൈര്യത്തോടെ പ്രസ്താവിക്കുകയാണ്. സെപ്റ്റജന്റ് ബൈബിൾ വായിക്കുന്ന ഏതൊരു യഹൂദനും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആ ലോഗോസ് കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് യോഹന്നാൻ തൻ്റെ എഴുത്തിന്റെ പ്രാരംഭത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും. എബ്രായ ബൈബിളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചരിത്ര സംഭവം കൂടെ ഒന്ന് കോർത്തിണക്കുമ്പോഴാണ് ലോഗോസ്, വചനം എന്ന വാക്കിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പൂർണ്ണമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യോഹന്നാൻ ഇത് എഴുതുവാൻ ആത്മപ്രചോദനത്താൽ ധൈര്യം വന്നു. അതെ, ആ ലോഗോസ്, ദൈവത്താൽ അഴയ്ക്കപ്പെട്ട ആ ലോഗോസ്, ദൈവത്തിൻ്റെ കൂടെയായിരുന്ന ആ ലോഗോസ്, വചനം, അധികാരമുള്ളവൻ,
സകലത്തെയും സൃഷ്ടിച്ചവൻ, അവൻ ദൈവത്തോടു കൂടെയായിരുന്നു എന്ന യോഹന്നാൻ ധൈര്യത്തോടെ പ്രസ്താവിക്കുകയാണ്. കാരണം ലോഗോസ് എന്ന പദം പലർക്കും സുപരിചിതവും വളരെ പശ്ചാത്തലമുള്ളതുമായ ഒരു വാക്കാണ് യഹൂദന്മാർക്ക്. 1-ാം നൂറ്റാണ്ടിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു പദമാണ് ലോഗോസ് എന്നത്. കാരണം യവനന്മാർക്ക് ലോഗോസ് എന്നുള്ള വാക്ക് ബാഹ്യ രൂപത്തിൽ പ്രകാശിക്കപ്പെട്ട ദൈവത്തിൻ്റെ ചിന്തയാണ് ലോഗോസ്. അന്ന് ലോകം മുഴുവൻ യവനായ സംസ്കാരവും ഭാഷയും കൊണ്ട് ഏതാണ്ട് സിംഹഭാഗങ്ങളുടെ അടുത്തോ ഗ്രീക്ക് സംസ്കാരം പടർന്നു പിടിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ലോഗോസ് എന്ന പദത്തെക്കുറിച്ച് ഒരു യവനായ സംസ്കാരമുള്ളവൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നവന് അത് ഒരു വലിയ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമായിട്ടാണ് ഗ്രീക്കുകാരും അതിനെ കണ്ടിരുന്നത്. കാരണം യവനന്മാർക്ക് ലോഗോസ് എന്നുള്ള വാക്ക് ബാഹ്യരൂപത്തിൽ പ്രകാശിക്കപ്പെട്ട ദൈവത്തിൻ്റെ ചിന്തയാണ് ലോഗോസ്. അപ്പം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് യഹൂദന്മാർ ചിന്തിക്കുന്നത് ലോഗോസ് എന്ന പദത്തിലൂടെയാണ്. വചനം. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ടൊക്കെ വരുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്റ്റോളജിയെക്കുറിച്ചുള്ള ഒത്തിരി പഠനങ്ങൾ നമുക്ക് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് എഴുത്തുകാരൻ. യോഹന്നാന്റെ കാലത്ത് ഏറ്റവും പ്രസിദ്ധിയാർജിച്ച സ്റ്റോയിക്ക സിദ്ധാന്തം അതിൽ ലോഗോസിനെ കുറിച്ചുള്ള ഉപദേശം നൽകിയിട്ടുണ്ട്. അപ്പൊ യോഹന്നാൻ ഇതെടുത്ത് ഈ ലോഗോസ് എന്ന പദമെടുക്കുന്നത് ഗ്രീക്ക് ചിന്തകന്മാര് അത് കാലങ്ങൾക്ക് മുമ്പേ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ. അപ്പൊ ആ പദത്തെ തൊട്ടുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. അത് ഒരു സ്റ്റോയിക്ക സിദ്ധാന്തമാണ്. ജ്ഞാനികളുടെ ജ്ഞാനത്തെ മറിച്ചു കളയുവാൻ പ്രാപ്തമായ വചനം. ഒരു തത്വജ്ഞാനിക്കും മറച്ചു കളയുവാൻ പറ്റാത്ത രീതിയിൽ യോഹന്നാൻ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ ലോഗോസിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് യോഹന്നാന്റെ കാലത്ത് ഏറ്റവും പ്രസിദ്ധിയാർജിച്ച സ്റ്റോയിക്ക സിദ്ധാന്തത്തിൽ ലോഗോസിനെ കുറിച്ചുള്ള ഉപദേശം നൽകിയിരിക്കുന്നു. അതായത് ഒരു ആത്മീയ പ്രമാണമാണ് ഡിവൈൻ പ്രിൻസിപ്പിൾ ഓഫ് ദി ഓർഡർ, ദൈവയുക്തി, ഡിവൈൻ റീസൺ അഥവാ ലോഗോസ് അഖിലാണ്ടം മുഴുവനും വ്യാപിച്ചിരിക്കുന്നതായി സ്റ്റോയിക്ക പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ സ്റ്റോയിക്ക സിദ്ധാന്തമനുസരിച്ച് ലോഗോസ് വചനം അത് ലോകം മുഴുവൻ എന്താണ്, അഖിലാണ്ടം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ദൈവവചനം എന്നുള്ളത്, ദൈവശബ്ദം എന്നുള്ളത്. അത് ഏതൊരു മനുഷ്യനോടും ഇടപെടുന്നവനാണ്. ആഫ്രിക്കക്കാരനോടും സായിപ്പിനോടും പൗലോസ് പറഞ്ഞതുപോലെ യഹൂദനും ബർബരനും യവനനും ആർക്കാണെങ്കിലും എല്ലാവർക്കും വെളിപ്പെടുന്ന ഒന്നാണ് ലോഗോസ്. കാരണം അത് അഖിലാണ്ടം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നുവെന്ന ഒരു സ്റ്റോയിക്ക ചിന്തയുണ്ട്. ആ സ്റ്റോയിക്ക ചിന്തയുടെ ആകെ തുകയായിക്കൊണ്ടാണ് യോഹന്നാൻ ലോഗോസ് എന്ന പദം കർത്താവായ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്നത്. അഖിലാണ്ടം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതായി സ്റ്റോയിക്കർ പഠിപ്പിക്കുമ്പോൾ ആ സ്റ്റോയിക്ക സിദ്ധാന്തത്തിന് അവസാന കുത്തിട്ടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവാണ് ആ നിങ്ങൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ആ അഖിലാണ്ടം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അത് കർത്താവായ യേശുക്രിസ്തു ആണെന്ന് വെളിപ്പെടുത്തുകയാണ് ലോഗോസിലൂടെ.
അതുകൊണ്ട് സകലത്തിൻ്റെയും ഉത്ഭവവും നിലനിൽപ്പും അടങ്ങിയിരിക്കുന്ന ഒരു പ്രമാണ സിദ്ധാന്തമായി അവർ ലോഗോസിനെ കണ്ടിരുന്നു. അപ്പോൾ യവനന്മാരുടെ ലോഗോസ് എന്ന പദത്തിന് അവർ കൊടുക്കുന്ന വ്യാപ്തി എന്ന് പറയുന്നത് ഒന്ന്, അത് അഖിലാണ്ടം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ്. അത് ദൈവത്തോട് ചേർന്നുള്ള ചിന്തയാണ് വചനം എന്ന് പറയുന്നത്. പിന്നെയും അവരുടെ ചിന്തയിലുള്ള മറ്റൊരു കാര്യമാണ് സകലത്തിൻ്റെയും ഉത്ഭവവും നിലനിൽപ്പും അടങ്ങിയിരിക്കുന്ന ഒരു പ്രമാണ സിദ്ധാന്തമായി ലോഗോസിനെ അവർ കണ്ടിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ താഴെയിട്ട് പറയുമ്പോൾ അവൻ മുഖാന്തരം സകലവും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ വചനങ്ങളെയും എടുത്ത് നമുക്ക് കിട്ടാവുന്ന ഭാഗ്യമായ എല്ലാ കാര്യങ്ങളെയും കോർത്തിണക്കി നമ്മളത് ചിന്തിച്ചും പഠിച്ചും പോകുമ്പോൾ വചനം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ കിട്ടും. അപ്പൊ ഈ വചനം എന്ന ലോഗോസ് എന്ന പദം അത് അന്നത്തെ ജ്ഞാനികളുടെ വലിയൊരു തലവേദനയുള്ള ഒരു വിഷയമാണ്, ഉറക്കം കെടുത്തുന്ന ഒരു വിഷയമാണ്. ജ്ഞാനികൾ ജ്ഞാനം അന്വേഷിക്കുമ്പോൾ അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ് വചനം എന്ന ലോഗോസ് എന്ന പദം. അത് ആരാ? അഖിലാണ്ടം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ദൈവം ആരാ? ആ ദൈവശബ്ദം ആരാ? സകലത്തെയും ഉളവാക്കുകയും പരിപാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ആ ദൈവശബ്ദം ആരാ? യവനന്മാരും അന്വേഷിക്കുകയാണ്. ബഹുജാതികളെ ബഹുദൈവ വിശ്വാസികളായ യവനന്മാരും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജ്ഞാനികളുള്ള ഗ്രീക്ക് രാജ്യത്തിലെ ജ്ഞാനികളെല്ലാം അന്വേഷിച്ചിരുന്ന ആ ലോഗോസ് ഈ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ യോഹന്നാൻ ഒരു മടിയും ഉണ്ടായില്ല. കാരണം പത്മോസിൽ നിന്നും യോഹന്നാൻ പ്രാപിച്ചത് അത്ര വലിയ വെളിപ്പാടായിരുന്നു. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ലോഗോസ് അഖിലാണ്ട പ്രമാണമായി ലോഗോസിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് മനുഷ്യന് ഏറ്റവും വലിയ നന്മയെന്ന് അല്ലെങ്കിൽ ജ്ഞാനമെന്ന് യവനന്മാർ വിശ്വസിച്ചിരുന്നു. അപ്പൊ ഈ ലോഗോസിനെ കണ്ടെത്തി ആ ലോഗോസിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ജ്ഞാനമെന്ന് അവരുടെ ഗുരുക്കന്മാർ പണ്ടേ എഴുതി വച്ചിരുന്നു, പണ്ടേ മനസ്സിലാക്കിയിരുന്നു. അതെല്ലാം മനസ്സിലാക്കിയ ഈ മുക്കുവൻ, ഈ മീൻപിടുത്തക്കാരൻ, പത്രോസിന്റെയും യോഹന്നാന്റെയും ജ്ഞാനം കണ്ടിട്ട് ഇവർ മീൻപിടുത്തക്കാരല്ലയോ, ഇവർ ലോകാരംഭത്തിലെ കാര്യങ്ങളെ കുറിച്ചെല്ലാം പറയുന്നു, അതിശയമായിരിക്കുന്നു, ഈ ജ്ഞാനം ഇവർക്ക് എങ്ങനെ ലഭിച്ചു? അവിടെയാണ് യോഹന്നാൻ ആ ലോഗോസിനെ എടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കുന്ന, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ലോഗോസ് ആണ് കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ യവനന്മാർക്ക് മാത്രമല്ല യഹൂദന്മാർക്കും ലോഗോസ് എന്ന പദം സുപരിചിതമായിരുന്നു. ഗ്രീക്ക് പഴയ നിയമത്തിലുള്ള ഗ്രീക്ക് ഭാഷയിൽ നിന്നും എബ്രായ ഭാഷയിൽ നിന്നുള്ള വിവർത്തനം സെപ്റ്റുജന്റിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തതുകൊണ്ട് അത് എബ്രായർക്കും പരിചയമുള്ള സുപരിചിതമായ ഒരു പദമായിരുന്നു. ദൈവം സംസാരിച്ചു, പ്രവർത്തിച്ചു, ആദിയിൽ ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ എന്നും വെളിച്ചമുണ്ടായി. പഴയ നിയമത്തിലെ ലോഗോസ് കേൾക്കപ്പെട്ടതും അനുസരിക്കേണ്ടതുമാണ്. അപ്പോൾ ആ ലോഗോസിനെ നിങ്ങൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. ആ ലോഗോസ് ആണ് ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടതെന്ന് യോഹന്നാൻ അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവസാനമായി യഹൂദമതം ഗ്രീക്ക് ലോകത്തിൽ സ്വീകാര്യമായി തീർക്കുവാൻ വേണ്ടി യവനായ ചിന്താഗതികൾ സംയോജിക്കുവാൻ അക്ഷീണം പരിശ്രമം ചെയ്ത ഫിലോ, അതായത് യഹൂദ പശ്ചാത്തലവും യവന പശ്ചാത്തലവും ആ സംസ്കാരം തമ്മിൽ യോജിപ്പിക്കുവാൻ വളരെ പ്രയത്നിച്ച ഒരു ജ്ഞാനിയായിരുന്നു ഫിലോ എന്ന ചിന്തകൻ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ലോഗോസ് എന്ന പദം സുലഭമായി കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിലും എഴുത്തുകളിലുമെല്ലാം ലോഗോസ് എന്ന പദം
സുലഭമായി കാണുന്നതാണ്. അദ്ദേഹം പറയുകയാണ്, ലോഗോസ് സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൻ്റെ ദൈവ മനസ്സിലുള്ള പ്രതിബിംബവും ദൈവവും സൃഷ്ടിയും തമ്മിലുള്ള സംസർഗത്തിലുള്ള മാധ്യമമാണ്. അദ്ദേഹം അത് പഠിപ്പിച്ചിരുന്നു. ലോഗോസ് അതിൻ്റെ ആ വലിപ്പത്തെക്കുറിച്ച് അദ്ദേഹം മുന്നമേ എഴുതി വയ്ക്കുകയും തന്നെ പിന്തുടരുന്ന ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ലോഗോസ് എന്ന പദം യഹൂദയിൽ ആദ്യമായി കേൾക്കുന്ന പദമല്ല, അവർക്കെല്ലാം അറിയാം. പക്ഷേ ആരാണ് ലോഗോസ്? ആ ലോഗോസിനെയാണ് യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തി. ആ ലോഗോസ് ആണ് കർത്താവായ യേശുക്രിസ്തു. അപ്പൊ യഹൂദ ജ്ഞാനികളെല്ലാം ലോഗോസിനെ വളരെ ഭയപ്പെട്ടിരുന്നു. ദൈവമുണ്ട്, ദൈവമില്ല എന്ന് അവരൊന്നും പറഞ്ഞില്ല. ദൈവമുണ്ട്, എന്നാൽ ദൈവം ആരാണ്? അത് ലോഗോസായി വെളിപ്പെട്ടിരിക്കുന്ന ലോകത്തിൽ. ആ ലോഗോസിനെ കണ്ടെത്തിയില്ല. അവരെ ഗ്രീക്കിൽ ജനിച്ച തത്വജ്ഞാനികളിൽ ഒന്നും ആ ദൈവത്തെ അവർ കണ്ടെത്തിയില്ല. എന്നാൽ അതുണ്ട്. അതിനെക്കുറിച്ച് അഖിലാണ്ടം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. സകലവും ആ ലോഗോസിനാൽ ഉളവായി. അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. അവൻ സകലത്തെയും നിലനിർത്തുന്നു. അത് മാത്രമല്ല, ലോഗോസ് സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെ ദൈവ മനസ്സിലുള്ള പ്രതിബിംബവും ദൈവവും സൃഷ്ടിയും തമ്മിലുള്ള സംസർഗത്തിലുള്ള മാധ്യമമാണ്. അപ്പോൾ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള സംസർഗത്തിന്റെ മാധ്യമമാണ് ലോഗോസ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. യവന ലോകത്തെ നേരിടുന്നതിന് വേണ്ടി യോഹന്നാൻ ഉപയോഗിച്ച ഒരു വലിയ മിഷണറി പദമാണ് ലോഗോസ്. അതുകൂടെ നാം മനസ്സിലാക്കണം. യവനായ ലോകത്ത് നേരിടുന്ന അതിനു വേണ്ടിയിട്ട് യോഹന്നാൻ ഉപയോഗിച്ച ഒരു വലിയ മിഷണറി പദമാണ് ലോഗോസ് എന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ലോഗോസ് കർത്താവായ യേശുക്രിസ്തു ആണെന്ന് യോഹന്നാൻ സമർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് ഗ്രീക്ക് പശ്ചാത്തലവുമായിട്ട് ലോഗോസിനെ ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ, ഹെറാക്ലീറ്റസ് എന്ന ഒരു തത്വചിന്തകൻ, ലോകം അസ്ഥിരാവസ്ഥയിലായിരുന്നു. ആളത്വരഹിതവും ദൈവത്വവും മാറ്റമില്ലാത്ത ലോഗോസും അതിനെ ഒരുമിച്ച് നിർത്തുകയും രൂപാന്തര പ്രക്രിയയ്ക്ക് വഴികാട്ടുകയും ചെയ്തു എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അപ്പോൾ ഒരു ഗ്രീക്ക് തത്വചിന്തകനായ ഹെറാക്ലീറ്റസ് പഠിപ്പിച്ച ഒരു കാര്യമാണ്, ലോകം അസ്ഥിരത അവസ്ഥയിലായിരുന്നു, ശൂന്യമായി കിടന്ന അവസ്ഥയിലായിരുന്നു, ആളത്തരഹിതമായിരുന്നു, ആളില്ലാത്ത അവസ്ഥയിലായിരുന്നു. ദൈവത്വവും മാറ്റമില്ലാത്ത ലോഗോസും. അപ്പൊ ദൈവവും മാറ്റമില്ലാത്ത ലോഗോസും. അപ്പൊ ലോഗോസിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം മനസ്സിലാക്കണം. ദൈവത്വവും ലോഗോസും, മാറ്റമില്ലാത്ത ലോഗോസും അതിനെ ഒരുമിച്ച് നിർത്തുകയും രൂപാന്തര പ്രക്രിയയ്ക്ക് വഴികാട്ടുകയും ചെയ്തു. പ്രത്യേകം ഓർക്കണം, അവർക്ക് എങ്ങനെ വെളിപ്പെട്ടു എന്നൊന്നും കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവർ ലോഗോസിന് കൊടുക്കുന്ന പ്രാധാന്യത അതായിരുന്നു. അവനാലും ദൈവത്താലുമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടതും. ആ അസ്ഥിരാവസ്ഥയിൽ കടന്ന ഭൂമിയെ യഥാസ്ഥാനപ്പെടുത്തിയതുമെല്ലാം അവരാലാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. മറ്റൊരാളാണ് ഗ്രീക്ക് ചിന്തകനായ പ്ലേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആളത്വരഹിതവും മാറ്റമില്ലാത്തതുമായ ലോഗോസ് ഗ്രഹങ്ങളെ ചലനദിശയിൽ നിർത്തുകയും കാലങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുക, ആലോചിച്ച് നോക്കിയേ, പ്ലേറ്റോ എന്നൊക്കെ പറയുമ്പോൾ തത്വചിന്തകന്മാരിൽ ഒന്നാം സ്ഥാനികളായി നിൽക്കുന്നവരാണ്. അവരെല്ലാം ലോഗോസിന് കൊടുക്കുന്ന പ്രാധാന്യത എന്ന് പറയുന്നത് ആളത്തരഹിതവും. പ്ലേറ്റോ എല്ലാം ജനിക്കുന്നതിന് മുമ്പാണ്, കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച തത്വചിന്തകന്മാരാണ് പ്ലേറ്റോയും ഹെറാക്ലീറ്റസും സ്റ്റോയിക്കരുമെല്ലാം.
പിലോയുമെല്ലാം. അവരാണ് കർത്താവായ യേശു ക്രിസ്തു ജഡശരീരം എടുക്കുന്നതിന് മുമ്പേ ലോഗോസിനെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. ആളത്തരഹിതവും മാറ്റമില്ലാത്തതുമായ ലോഗോസ് ഗ്രഹങ്ങളെ ചലനദിശയിൽ നിർത്തുകയും കാലങ്ങളെ നിശ്ചയിക്കുകയും ചെയ്യുന്നു എന്ന് പ്ലേറ്റോ പഠിപ്പിച്ചു. എന്തിനാണ് ഞാനിത് ഈ ഒരു കാര്യം ഇപ്പോൾ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്, ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ ഇടയിൽ ലോഗോസിന്റെ ആ ദൈവവുമായുള്ള ബന്ധവും നിലനിൽപ്പും സൃഷ്ടിപ്പും, ഏത് സൃഷ്ടിപ്പ്, ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പുമെല്ലാം അവരെങ്ങനെയാണ് മനസ്സിലാക്കിയതും പഠിപ്പിച്ചതുമെന്ന് മനസ്സിലാക്കി തരുവാനാണ്. അതുപോലെ സ്റ്റോയിക്കർ, നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ ധന്യനായ പൗലോസിനെ നേരിടേണ്ടി വന്നത് നിസ്സാരക്കാരോടല്ല. ഐക്യരാഷ്ട്രസഭയിൽ കടന്നുപോയി മലയാളത്തിൽ പ്രസംഗിക്കുവാൻ മാതാ അമൃതാനന്ദമയ്ക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ സ്റ്റോയിക്കരുമായിട്ട് ഒരു സംവാദത്തിൽ ഏർപ്പെടുവാൻ പൗലോസിന് ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും എല്ലാം നൽകിയത് ഈ സ്റ്റോയിക്ക ചിന്തകളെ കുറിച്ച് നല്ല അറിവും ജ്ഞാനവും പരിജ്ഞാനവും അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ വചനം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ, ലോഗോസ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ, അത് ഈ ലോകത്തിലെ സകല ജ്ഞാനം അന്വേഷിക്കുന്നവർക്കും അവസാന വാക്ക് എന്ന് മനസ്സിലാക്കേണ്ടതിനാണ് വചനം എന്ന പദത്തിലൂടെ, ലോഗോസ് എന്ന പദത്തിലൂടെ യോഹന്നാൻ എന്ന എഴുത്തുകാരൻ അത് അടിവരയിട്ട് ഉറപ്പിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ സ്റ്റോയിക്ക സിദ്ധാന്തം എന്ന് പറയുന്നത് ലോഗോസ് ആണ് ലോക കാരണം. അപ്പൊ ഈ ലോകം ഉണ്ടാകുവാൻ ലോഗോസ് ആണ് കാരണമായി തീർന്നത്, അഥവാ നിയന്ത്രിക്കുന്നവൻ ലോഗോസ് ആണ്. എന്നിട്ട് സ്റ്റോയിക്കർ പറയാണ് അത് അർത്ഥ ആളത്തമായിരുന്നു. ഒന്നും കൂടെ അത് മനസ്സിലാക്കി തരാം. ഇതൊരു പഠന ക്ലാസ് ആയതുകൊണ്ടാണ് ലോഗോസ് എന്ന പദത്തെക്കുറിച്ച് ഇത്രമാത്രം എക്സ്പ്ലനേഷൻ തരുന്നത്. പഠിക്കേണ്ടവന് പഠിക്കാം. സ്റ്റോയിക്കര് അവരുടെ ചിന്തകളൊന്നും ലോഗോസ് ആണ് ലോക കാരണം, ലോഗോസ് എന്ന വചനമാണ് ലോകമുണ്ടാകുവാൻ കാരണമായി തീർന്നതെന്ന് സ്റ്റോയിക്കർ വിശ്വസിക്കുന്നു. എന്നിട്ട് അവര് പറയുകയാണ് ആ വചനമാണ് സകലത്തെയും നിലനിർത്തുന്നത്. എന്നിട്ട് അവർ കൂട്ടി വായിക്കുന്നു, അതിൽ അർത്ഥ ആളത്വമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് യോഹന്നാൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ യോഹന്നാൻ ലോഗോസ് എടുത്ത് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താ എന്ന് മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ, ഒന്നാം കാലഘട്ടത്തിൽ ലോഗോസിന്റെ പ്രചാരമല്ലെങ്കിൽ അതിനെക്കുറിച്ച് അനേകർ എന്താണ് ലോഗോസ്, എന്താണ് വചനം എന്ന ജ്ഞാനികളും പലരും ചോദിച്ച ചോദ്യത്തിന് ദാ ഇവിടെ വ്യക്തമായ ഒരു ആൻസർ നൽകുകയാണ്. ആ ലോഗോസ് ആണ് കർത്താവായ യേശു ക്രിസ്തു. അതുപോലെ പീലോ എന്ന തത്വചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ലോഗോസ് എന്ന ആശയത്തെ മനുഷ്യാത്മാവിനെയും ദൈവം മുമ്പാകെ നിർത്തുന്ന മഹാപുരോഹിതൻ, അഥവാ ദൈവത്തിനും മനുഷ്യനും തമ്മിലുള്ള പാലം, അല്ലെങ്കിൽ ലോകത്തിന്റെ കപ്പിത്താൻ, സകലത്തെയും നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്ന ചുക്കാൻ എന്നെല്ലാമാണ് പിലോ എന്ന തത്വചിന്തകൻ ലോഗോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലോഗോസ് എന്ന പദം അവരുപയോഗിച്ച ഒന്ന്, ലോഗോസ് എന്ന ആശയത്തെ മനുഷ്യാത്മാവിനെ ദൈവം മുമ്പാകെ നിർത്തുന്ന മഹാപുരോഹിതൻ. ഇതൊക്കെ കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തത്വചിന്തകന്മാർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ലോഗോസ. ഈ ലോകത്തിൽ ലോഗോസ് എന്ന ഒരു പ്രപഞ്ച ശക്തിയുണ്ട്.
അത് അഖിലാണ്ടം മുഴുവൻ വ്യാപരിച്ചു കിടക്കുന്നു. അതാണ് സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ദൈവമാണ്. പക്ഷെ അതിൻ്റെ രൂപത്തെ ആരും കണ്ടിട്ടില്ല. ഇതെല്ലാം അവർ മനസ്സിലാക്കി. ഓരോ കാലഘട്ടത്തിലെ തത്വജ്ഞാനികളും ഇതെല്ലാം മനസ്സിലാക്കി ലോഗോസിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്ത് അവർ ലോകത്തിൽ നിന്ന് മരിച്ചു മാറ്റപ്പെട്ടു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ശുശ്രൂഷയെ തികച്ച് മരിച്ചു മാറ്റപ്പെട്ടു. തൻ്റെ ശിഷ്യനായ യോഹന്നാൻ പത്മോസിൽ നിന്നും കിട്ടിയ ആ വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ ആ ലോഗോസ് ആണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുകയാണ് ധൈര്യത്തോടെ. അതാണ് ലോഗോസ്. ഓക്കെ, അപ്പോൾ വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം എന്ന ആ ഒരു എക്സ്പ്ലനേഷൻ ഈ ക്ലാസ്സോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എന്താണ് വചനം എന്ന് ദൈവമക്കൾ ആദ്യം ഒന്ന് പഠിക്കണം. അതൊന്ന് പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്കധികമായിട്ട് കർത്താവിനോട് അടുക്കുവാനും നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പകരം ചെയ്യാതെ വീണ്ടും വീണ്ടും നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആര് എന്ന് നാം മനസ്സിലാക്കുകയും ഒരു പടി കൂടി കർത്താവിനോട് അടുത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയാം. അതുകൊണ്ടാണ് ലോഗോസ് വചനം പ്രപഞ്ച എബ്രായ പശ്ചാത്തലത്തിൽ പരിചയപ്പെട്ട വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നു. ജ്ഞാനത്തെ ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയെയും സകല സൃഷ്ടികളുടെയും മാധ്യമമായും പ്രസ്താവിക്കുന്നു. അപ്പം ഇതെല്ലാം ഇതിലുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ലോഗോസ് സെപ്റ്റുജന്റ് ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കുന്ന ആ സെപ്റ്റുജന്റ് ബൈബിളിലെ ലോഗോസ് ആണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് വചനത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ 5ാമത്തെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത്. 2ാമത്തെ വാക്യം വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എത്രത്തോളം ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമായി തീരുമെന്ന് എനിക്കറിയില്ല. കാരണം മറ്റു പലർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മേഖലയിലൂടെയാണ് ഈ ഒരു വാക്യം കടന്നു പോയിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്ക് വചനമെന്ന ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കിയെടുക്കുവാൻ ഇത്തിരി പ്രയാസമുണ്ട്. എങ്കിലും പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അസാധ്യമായിരിക്കുന്നത് ദൈവത്തിന് സാധ്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ക്ലാസ് പഠിക്കണം. നമുക്കൊന്നിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന മഹത്വകരമായല്ലോ ഈ സുവിശേഷം, ഈ പുസ്തകം പഠിച്ച് മുന്നോട്ട് പോകുന്നു. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും മാനിച്ച് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക, ഈ മീഡിയയെ ഓർക്കുക, റോസ് ഫാമിലി ഫേസ്ബുക്ക് മീഡിയയെ ഓർക്കുക. ധാരാളമായിട്ട് ദൈവം ഈ മീഡിയയും ഇതിൻ്റെ അഡ്മിന്മാരെയും അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, താങ്ക് യു.